ഹലോ, വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ കൂടെ ഇന്നുള്ളത് ഒരു ട്രിവ്യൻ ഫാമിലിയാണ് കേട്ടോ. അവരുടെ ഇസക്കുട്ടിക്ക് കാതൂത്താൻ പോയതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ നേരെ പോയത് പോത്തൻകോടുള്ള ഭീമയിലാണ്. എനിക്ക് ഓക്കെ, ഗോൾഡിനൊക്കെ കുറച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പേഴ്സണലി എനിക്ക് അവിടെ മറ്റേ ഫാഷൻസും കാര്യങ്ങളും അവരുടെ ജ്വല്ലറിയുടെ കളക്ഷൻസൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല. വേറൊന്നുമല്ല, എനിക്ക് കളക്ഷൻസ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇസക്കുട്ടിക്ക് കാതുകുത്തുന്നതിനിടയ്ക്ക് ചേച്ചിക്ക് ഒരു ബ്രേസ്ലെറ്റും കൂടി എടുക്കണമായിരുന്നു. അങ്ങനെ അവരതെടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാനും ഇസക്കുട്ടിയും കൂടി അവിടെ നിന്ന് കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദേ ഇസക്കുട്ടി കാതുകുത്തുന്നു. പക്ഷേ ഇസക്കുട്ടി നമ്മൾ വിചാരിച്ച അത്ര കരച്ചിലൊന്നും ഇല്ലായിരുന്നു. സംഭവം ഗൺ ഷോട്ട് ചെയ്യാനാണ് പോയത്. അപ്പോഴത്തേക്ക് ഗൺ ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 വീക്ക് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ചുകൊണ്ട് 2 തവണ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാനുവൽ തന്നെയാണ് കേട്ടോ ചെയ്തത്. മാനുവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച് കുറേ നേരം കരച്ചിലും കാര്യങ്ങളൊക്കെ കാണും കുഞ്ഞിനെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഉള്ള കരച്ചിലൊന്നും ഇല്ലായിരുന്നു. ഒരു 2 മിനിറ്റൊക്കെ ജസ്റ്റ് കരഞ്ഞ് അവൾ നിർത്തി. അപ്പോൾ അത്രയ്ക്ക് നല്ല വേദന സഹിച്ചു വെച്ച്. ഞാൻ സാധാരണ കുട്ടികളൊക്കെ കാതുകുത്തുന്ന വീഡിയോയിൽ ഭയങ്കര കരച്ചിലായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ മോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് മോള് കരച്ചിലൊക്കെ നിർത്തി. ആദ്യം നമ്മുടെ നിതിൻലാൽ ചേട്ടനാണ് കേട്ടോ കുഞ്ഞിനെ വെച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത് അപ്പുറത്തെ സൈഡ് കുത്താറായപ്പോഴത്തേക്ക് ചേട്ടനാ ഏതെങ്കിലും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ചേച്ചിയുടെ കൊടുത്ത് ചേച്ചി കുത്തിച്ചു. പക്ഷേ കുഞ്ഞ് ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ പറ്റും കുഞ്ഞിനെ. കുഞ്ഞ് പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്തിയിട്ട് സുന്ദരി കുട്ടിയെ സന്തോഷമൊക്കെ കുഞ്ഞിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാതുകുത്തിയിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. കാരണം ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ചു ഹാപ്പിയായി. കാതൊക്കെ കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാപ്പിയായി. നമ്മൾ കുഞ്ചു സുന്ദരിയായി. ബേബി സുന്ദരി കുഞ്ഞായി. അവിടെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. നേരെ ചായ മക്കാനിയിലോട്ട് പോയി. നല്ല ഫുഡാണ്. എനിക്ക് അവിടുത്തെ പൊറോട്ടയും ചില്ലി ചിക്കനും ഭയങ്കര ഇഷ്ടമാണ്. കാതുകുത്താൻ പോയതാണെങ്കിലും ട്രീറ്റ് നമുക്കായിരുന്നു. നമ്മൾ വൻ ഫുഡ് അടിയായിരുന്നു. നമ്മള് കുഞ്ഞിന് കാതുകുത്തിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ചായ മക്കാനി കയറി. അപ്പം, പൊറോട്ട, പുട്ട്, ബീഫ് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, പിന്നെ ഓരോ കട്ടൻ, അങ്ങനെ ലാവിഷായിട്ട് ഫുഡ് അടിയായിരുന്നു. ഭയങ്കര ഫുഡ് അടിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ചായ മക്കാനിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് ഡ്രിങ്കിനിലാണ്. ഡ്രിങ്കിനിൽ പോയിട്ട് നമ്മൾ ഒരു ഷേക്കൊക്കെ കുടിച്ചു. അറ്റ്മോസ്ഫിയർ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഡ്രിങ്കിനിൽ. ആള് കുറവായിരുന്നു, ആളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു അവിടുത്തെ ഷേക്ക്. അവര് രണ്ടുപേരും, അതായത് നമ്മുടെ ട്രിവിയൻ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരു ഷോട്ടിന്റെ ചലഞ്ച് വെച്ചിട്ട് അവർ ഷോട്ട് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഷേക്കൊക്കെ കുടിച്ചു. ഞാനും ചേച്ചി ഓരോ ഷേക്കൊക്കെ കുടിച്ചിട്ട് നമ്മൾ പതുക്കെ വീട്ടിലോട്ട് പോയി. അത്രയല്ല, ബൈ ബൈ.